എന്നെ ഇവിടെ പണിക്കെടുത്തിട്ടാ. ഞാൻ ഇപ്പോൾ ഇവിടുത്തെ പണിക്കാരനാണ്. ഞാൻ മാത്രമേ ഇപ്പോൾ ഇതിങ്ങനെ എടുക്കണുള്ളൂ. ഓലൊക്കെ അത്യാവശ്യം മാസ്റ്റേഴ്സ് ആയതുകൊണ്ട് ഓലൊക്കെ ലാസ്റ്റ് ഘട്ടത്തിൽ കിടന്നിങ്ങനെ. ഞാൻ മാത്രം ഇവിടെ ഫസ്റ്റ് ഘട്ടത്തിൽ ഇങ്ങനെ ചുരണ്ടിയിരിക്കുകയാണ്. നമ്മളെന്താ പറയുക, അടിവേര് പോയി പഠിക്കണം, അല്ല ചൈനയിൽ പോയിട്ടാലും പഠിക്കണം എന്ന് പറഞ്ഞ മാതിരി നമുക്ക് എന്താണ് ആവശ്യം അതിങ്ങനെ പഠിക്കണ്ടേ. അപ്പോൾ തുടക്കം മുതൽ തന്നെ പഠിക്കണം കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ ഓരോന്നും പഠിക്കണത്. മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കിയാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ളവരോട് പറയാനും പറ്റുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്ത് പഠിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളിങ്ങനെ അപ്ഡേഷൻ ചെയ്യണം കേട്ടോ. ഇവിടെ എല്ലാ വീട്ടിലും ഇതന്നെ പരിപാടി. ആസാമിൽ ഇവിടുത്തെ ഊതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ഊതാണ്. മെഡിസിന് കാര്യങ്ങളൊന്നും കൊടുക്കാത്ത മരത്തുമെന്ന് കിട്ടുന്ന ഊതാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയാണ്. അതാണ് ആസാമിലെ ഊതിൻ്റെ പ്രത്യേകത കേട്ടോ. വേൾഡിൽ അറിയപ്പെടുന്ന ഊതും ആസാമിലെ ഊതാണ്. അതിനൊക്കെ കാരണം നാച്ചുറലായിട്ട് കിട്ടുന്നതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ മെഡിസിനും മറ്റും മറിച്ചൊക്കെ കൊടുത്തിട്ടും നമ്മളെ മണ്ണ് അതിന് അനുയോജ്യമല്ലാത്തതുകൊണ്ട് ഇത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടാവില്ല. അതാണ് ഇവിടുത്തെ ഊതും നമ്മുടെ നാട്ടിലെ വളർത്തിയെടുക്കുന്ന ഊതും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ചൈനയിലൊക്കെ വളർത്തിയെടുക്കുന്നുണ്ട്, അതിനൊന്നും ഇത്രത്തോളം ക്വാളിറ്റി ഇല്ല എന്നാണ് കേട്ടോ പൊതുവെ പറയണത്. അത് തന്നെയാണ് വേൾഡിൽ ഒരു അറിയപ്പെട്ടൊരു സ്ഥാനം ആസാമിലെ ഊതിന് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി ഇങ്ങനെ പഠിക്കണം ഓരോന്നോരോന്നായിട്ട്. വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ഡേഷന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറേ ആൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ഞാനെന്താ പറയുക, നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അല്ല എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും കാട്ടിയിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് എൻ്റെതായ ഒരു കാൽക്കുലേഷനും ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എൻ്റെതായ രീതിക്ക് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയതിൻ്റെ ശേഷം ഞാൻ ഓരോ കാര്യങ്ങൾ പറയുള്ളൂ. മറ്റതൊക്കെ ഇങ്ങനെ ഇതിൻ്റെ അപ്ഡേഷൻ ഇങ്ങനെ ഇടുന്നുള്ളൂ. ഞാൻ അതുവരെ ആരോടും ഊത് വിൽക്കാണ്ട് അല്ലെങ്കിൽ ഊതിൻ്റെ സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ. അതിന് കാരണം ഇതാണ്, എനിക്ക് എൻ്റെതായ ഒരു ക്ലാരിറ്റി വരാറുണ്ട്. സാധനം എവിടെ നിന്ന് എടുക്കണം, എത്ര ക്വാളിറ്റിയുള്ള സാധനമാവും. അപ്പോൾ അതിനൊക്കെ ക്ലാരിറ്റി വന്നതിൻ്റെ ശേഷം, അതായത് ഒരു 2-3 മാസം കഴിയും ഇതിൻ്റെ മൊത്തത്തിലുള്ള അപ്ഡേഷന് നമ്മളുടേതായ രീതിക്ക് നിങ്ങൾക്ക് തരാനായിട്ട്. അതായത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്താനുണ്ട്. അതെന്തായാലും ഒരു 3 മാസം പിടിക്കും കേട്ടോ. അതുവരെ നമ്മൾ ഇതിൻ്റെ വെയ്ത്താലും ഇങ്ങനെ പഠനവും കാര്യങ്ങളും ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇടും. അപ്പോൾ വെയിറ്റ് ചെയ്യാം. 3 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയുള്ള സാധനമാണ് വേണ്ടത് ആ ക്വാളിറ്റിയുള്ള സാധനം നമ്മൾ തരാൻ തയ്യാറാവും കേട്ടോ. ഓരോരോ ആൾക്കാരും മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി വ്യത്യാസങ്ങളുണ്ടാവും, റേറ്റിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ എന്ത് റേറ്റാണോ വ്യത്യാസം വരുന്നത് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി നിങ്ങളോട് പറഞ്ഞിട്ട്, നല്ല ക്വാളിറ്റി വേണമെങ്കിൽ അതുണ്ടാവും, മീഡിയം ക്വാളിറ്റി വേണമെങ്കിൽ അതുണ്ടാവും, അതിൻ്റെ ചോട്ടുക്ക് വേണമെങ്കിൽ അതുണ്ടാവും. റേറ്റും അതേപോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ആസാമിലാണുള്ളത്. ഈ സാധനം ഉണ്ടല്ലോ ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് കേട്ടോ. അതായത് നമ്മൾ മെഡിസിനൊക്കെ കൊടുത്തുകൊണ്ടുള്ള പോലത്തെ സാധനങ്ങൾ, പക്ഷേ നാച്ചുറലാണ് കേട്ടോ. ഇവർക്ക് ലക്കായിട്ട് കിട്ടിയതാണ് ഈ ഒരു 4-5 പീസ്. നല്ല വെയിറ്റും ഉണ്ട്. ഇതിങ്ങനെ ഈ വൈറ്റ് ചെറുതായിട്ട് കളയാനുള്ളൂ. കളഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇങ്ങനെ കിട്ടുക. अच्छा क्वालिटी है ना? नहीं और अंदर में उठाने के लिए